വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി അധ്യായം 18 പത്രോസ് ചോദിക്കുന്നു, എന്റെ സഹോദരൻ എത്ര പ്രാവശ്യം എനിക്ക് വിരോധം ചെയ്താലും ഞാൻ ക്ഷമിക്കണം? യേശു മറുപടി പറയുന്നു, 7 പ്രാവശ്യം മാത്രമല്ല, 77 പ്രാവശ്യം വരെ. ക്ഷമിക്കാത്ത ദാസന്റെ ഉപമയിലൂടെ വലിയ കടം ക്ഷമിക്കപ്പെട്ട ദാസൻ ചെറിയ കടം ക്ഷമിക്കാതെ സഹദാസനെ പീഡിപ്പിക്കുന്നതിനാൽ രാജാവ് അവനെ ശിക്ഷിക്കുന്നു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അതുപോലെ തന്നെ പ്രവർത്തിക്കും. വിശുദ്ധ മത്തായി 18 അധ്യായം 35 തിരുവചനം. വിശുദ്ധ മത്തായി അധ്യായം 19 യേശുവിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളും സമ്പന്നനായ യുവാവിന്റെ കഥയും ശിഷ്യത്വത്തിന്റെ വിലയും ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന അധ്യായമാണ്. പരീശന്മാർ വിവാഹമോചനത്തെക്കുറിച്ച് ചോദിക്കുന്നു. യേശു വിവാഹത്തിന്റെ ദൈവിക ഏകത്വം വ്യാഖ്യാനിക്കുന്നു. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. 19 അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ശിഷ്യന്മാർ തടയുന്നു. പക്ഷേ യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ എനിക്കരികിൽ വരാൻ അനുവദിക്കൂ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഒരു സമ്പന്നനായ യുവാവ് യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ നേടാൻ ഞാൻ എന്തു ചെയ്യണം? യേശു കൽപ്പനകൾ പാലിക്കണമെന്ന് പറയുന്നു. യുവാവ് അവയെ പാലിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. യേശു പറയുന്നു, നിനക്ക് പൂർണ്ണത വേണമെങ്കിൽ നിന്റെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എന്നെ അനുഗമിക്കുക. യുവാവ് ദുഃഖത്തോടെ മാറിപ്പോകുന്നു, കാരണം അവൻ വളരെ സമ്പന്നനായിരുന്നു. യേശു പഠിപ്പിക്കുന്നു, സമ്പന്നർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ പ്രയാസമാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നു, അപ്പോൾ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? യേശു മറുപടി നൽകുന്നു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിനാകട്ടെ സാധ്യം. യേശു വാഗ്ദാനം ചെയ്യുന്നു, ശിഷ്യന്മാർ എല്ലാം വിട്ട് അവനെ അനുഗമിച്ചതിനാൽ അവർക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.